ഹേയ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മൈൻഡ് ഗെയിമാണ്. ചെറിയ മൈൻഡ് ഗെയിം അല്ല, ഒരു വലിയ ഗെയിമാണ്. കീം ക്വസ്റ്റ്യൻ മേക്കറിനോടാണ് നമ്മൾ ഈ ഗെയിം കളിക്കുന്നത്. പുള്ളി ഒരു മൈൻഡ് സെറ്റിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യും. നമ്മൾ അതിൻ്റെ മുകളിൽ ചിന്തിച്ച് അതിന് ആൻസർ കണ്ടുപിടിക്കണം. ഈ വീഡിയോ പ്യുവർലി നമ്മളൊരു ഡിസ്ക്ലൈമർ ആദ്യം തന്നെ പറയാം. ഇത് എപ്പോഴും യൂസ് ചെയ്യരുത്. നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ, വൃത്തിയായിട്ട് എക്സാം എഴുതുക. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് അറിഞ്ഞേ കൂടാ, ഒന്നും ചെയ്യാനില്ല അതിൽ എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആരെ ഓർക്കണം? എന്നെ ഓർക്കണം. ഈ മെത്തേഡ് അങ്ങോട്ട് ഉപയോഗിക്കണം, ഈ മെത്തേഡ്സ് അങ്ങോട്ട് ഉപയോഗിക്കണം. ഒന്നല്ല, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇത് നമുക്ക് പാർട്ട് 2 വീഡിയോയ്ക്ക് വേണ്ടി വരും ഇത്. അപ്പോൾ ഞാനിതിനെ മൈൻഡ് ഗെയിം എന്നൊക്കെ വിളിക്കും. ബ്ലഡി മലയാളീസ് കാൾ ഉഡായ്പ് വീഡിയോ എന്നൊക്കെ നിങ്ങൾക്ക് ഇതിനെ വിളിക്കും. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടുന്ന സമയം, ഒന്നുകിൽ ഇത് നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ചോദ്യം, 2 അറിയത്തുമില്ല, പരീക്ഷ തീരാറുമായി, അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ ആ സ്ക്രീനിൽ ഞാൻ ക്വസ്റ്റ്യൻ വയ്ക്കാം കേട്ടോ. ഇത് ഉഡായിപ്പിൽ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി കോമ്പൗണ്ട്സ് പി ആൻഡ് ക്യൂ ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ. കെമിസ്ട്രിയാണ്, എനിക്ക് ഒട്ടും അറിയാത്ത സംഭവമാണ്. ഞാൻ +2 പഠിക്കുമ്പോൾ പോലും എനിക്ക് കെമിസ്ട്രി അറിഞ്ഞൂടാ. പിന്നെയാണ് ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉത്തരം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. കാരണം ക്വസ്റ്റ്യൻ മേക്കറിൻ്റെ മൈൻഡ് സെറ്റ് എനിക്കറിയാം. 2023 വന്ന ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് ആദ്യത്തെ ക്യൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ പി എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ ഇതാണ് എയിൽ കൊടുത്തിരിക്കുന്നത്. അത് ആദ്യത്തെ നോക്കിയാൽ ഒരു വട്ടവും ഒരു OH, രണ്ടാമതിൽ ഒരു വട്ടവും ഒരു വരയും, പിന്നെ മൂന്നാമതിൽ ഒരു വട്ടവും COയും, ഡിയിൽ ബെൻസീൻ, ഇയിൽ വട്ടം. ഞാനിതിൽ വട്ടം എന്നുള്ള ബെൻസീനെ അങ്ങ് ഒഴിവാക്കും, കാരണം ബാക്കിയൊന്നും ബെൻസീനല്ല. പിന്നെ വട്ടം മാത്രമുള്ളതിനെയും ഒഴിവാക്കും, കാരണം ബാക്കി എല്ലാത്തിനും ഒരു വരയുണ്ട്. അപ്പോൾ ബാക്കി 3 ഓപ്ഷൻ ABC. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ എയിലും ബിയിലും ഡിയിലും ഇയിലും സെയിം ആണ്, ബിയിൽ സിയിൽ സെയിം അല്ല. അതുകൊണ്ട് ഞാൻ സി ഒഴിവാക്കും. ഇനി എൻ്റെ മുന്നിൽ എയും ബിയും മാത്രമേ ഉള്ളൂ. ബി നോക്കിക്കഴിഞ്ഞാൽ വെറുതെ ഒരു വര മാത്രമേ ഉള്ളൂ. എ ആണെങ്കിൽ ഒരു OH ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ OH കുത്തും, കാരണം H2SO4 ഒക്കെയാണ്. OH വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതും ഇത് കമ്പഷൻ സ്റ്റേറ്റ് എന്നൊക്കെ തന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ എ മാർക്ക് ചെയ്യും. ഉത്തരം നോക്കിയപ്പോൾ ശരിയാണ്, എ ആണ്. ഇങ്ങനെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. പിന്നെ ചെയ്യാൻ പോകുന്ന വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു 1 മിനിറ്റിൻ്റെ പ്രൊമോ ഉണ്ട്. ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരും, ബാക്കി പറയാനുണ്ടതാ. ഇന്ത്യയിലെ ടോപ്പ് ഗേറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഗേറ്റ് വാൽ അവതരിപ്പിക്കുന്ന പുതിയ കുറച്ച് ബാച്ചുകളെ പരിചയപ്പെടാനാണ് ഈ പാർട്ട് ഓഫ് ദ വീഡിയോ. പരാക്രം 2.0 ഗേറ്റ് 2025 ബാച്ച്, വിജയ് 2.0 ഫോർ റാങ്ക് ഇംപ്രൂവ്മെൻറ്റ്, ശ്രേഷ്ഠ് 2.0 for GATE 2026, Shresh 2.0 GATE 2026 plus placement preparation, Shresh 2026 chemical, Parakram GATE 2025 for computer science and BA, Shresh 2025 batch B, Parakram batch C, Shresh batch C 2026 and batch Infinity. ഇൻഫിനിറ്റി ബാച്ച് വേറെ പുതിയൊരു ഇനിഷ്യേറ്റീവാണ്. ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആയ ഒരു ബാച്ചാണ്. തീർച്ചയായിട്ടും ഇത് ചെക്കൗട്ട് ചെയ്യുക. മറ്റ് ബാച്ചുകളുടെ സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം. lectures and test planner, Monday to Friday classes, gate pattern questions, live lectures from top faculties, topic wise practice sheets, live practice sheet discussion, doubt engine, regular tests, PYQ and their video solutions, ESC and gate model questions. ഇതുപോലെ ഗേറ്റ് ഖസാന ബാച്ചിൻ്റെ കുറച്ച് സവിശേഷതകളാണ്. റെക്കോർഡഡ് ലെക്ചേഴ്സ് ബൈ ടോപ്പ് ഫാക്കൽറ്റീസ്, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ആൻഡ് അതിൻ്റെ സൊല്യൂഷൻസ് വെറും 1999 രൂപയ്ക്ക്. മറ്റൊരു സവിശേഷത അവരുടെ ബുക്കുകളാണ്. ഈ ബുക്കുകൾ കംപ്ലീറ്റ്ലി ഗേറ്റ് ഓറിയൻറ്റഡ് ആണ്. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ്റെയും വീഡിയോ സൊല്യൂഷൻസ്, QR എംബെഡഡ് വീഡിയോ സൊല്യൂഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ കൂപ്പൺ കോഡായിട്ടുള്ള AR500 ഉപയോഗിക്കാൻ മറക്കണ്ട. അടുത്തൊരു ചോദ്യം ഇപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ദ ഫോളോയിങ് ഡയഗ്രാം വിത്ത് എന്തോ ആയിക്കോട്ടെ, കറസ്പോണ്ടിങ് PV ഡയഗ്രാം ഈസ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് അറിയാവുന്ന ചില ബേസിക് കാര്യങ്ങൾ ഉപയോഗിച്ച് ഇതിനെ സോൾവ് ചെയ്തെടുക്കാം. നിങ്ങൾ PV ഡയഗ്രാം ഉപയോഗിക്കുന്നത്, ഇതിൽ CB എന്ന് പറയുന്ന ആ ഒരു വര നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയമാണ് അല്ലേ? ഒരേ വോളിയത്തിലാണ് ആ വര. XY ആക്സിസ് ബേസിക്സ് അറിയാവുന്നവർക്ക്, ബേസിക് 8ാം ക്ലാസ് നോളജ് ഉള്ളവന് മനസ്സിലാവും. കോൺസ്റ്റന്റ് വോളിയമാണ് C to B അല്ലെങ്കിൽ B to C എന്ന് പറയുന്ന ആ ഒരു ലൈനിൽ ഉള്ളത്. അപ്പോൾ
PV ഡയഗ്രാം എടുക്കുമ്പോഴും C to B അല്ലെങ്കിൽ B to C നമ്മൾ നോക്കിയ കോൺസ്റ്റന്റ് വോളിയം ആയിരിക്കണ്ടേ? അങ്ങനെ ഉള്ള ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? A ഓപ്ഷനിൽ ശരിയാണ്, ഒരേ വോളിയത്തിലാണ് B to C ലൈന്. ബിയിൽ പക്ഷെ അല്ല, ഒരേ വോളിയത്തിലല്ല B to C, വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. സിയിൽ വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല, കറക്റ്റാണ് B to C. ഡി ഓപ്ഷൻ B to C വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഓപ്ഷൻ വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി ആകെ രണ്ട് ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് ഡൗട്ട് ഉള്ളത്. ഏതൊക്കെ? A ഓപ്ഷനും C ഓപ്ഷനും. ഇനി ഒന്നുകിൽ ഈ പോയിന്റിൽ നിങ്ങൾക്ക് ഗസ് അടിക്കാം, നിങ്ങൾക്ക് ശരിയാവാനുള്ള ചാൻസ് ഭയങ്കര കൂടിയിട്ടുണ്ട്. 50% ചാൻസ് ആണ് നിങ്ങൾക്ക് ശരിയാവേണ്ടത്. ഇനി ശരിയാക്കിയേ മതിയാവൂ എന്നുള്ളവരുണ്ടല്ലോ, മാർക്ക് വേണം എന്നുള്ളവരുണ്ടല്ലോ, നിങ്ങളെ എന്നെയും പോലത്തവര്, അവരെന്ത് ചെയ്യും എന്നുള്ളത് പറഞ്ഞുതരാം. സീക്രട്ടാണ്, നോക്കിയിരിക്കുക. A to C ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചറിൽ PV എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് പ്രഷർ വോളിയത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആണല്ലോ? അതെ. അപ്പോൾ A to C, സിയിൽ നിന്ന് എയിലേക്ക് വോളിയം കുറയുകയാണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ. അപ്പോൾ സിയിൽ നിന്ന് എയിലേക്ക് പ്രഷർ കൂടണം, കാരണം ടിയും വിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? അപ്പോൾ സിയിൽ നിന്ന് എയിലേക്ക് പ്രഷർ കൂടുന്നത് ഏതാണ്? എയില്. എ ഓപ്ഷനാണോ സി ഓപ്ഷനാണോ? സിയിൽ നിന്ന് എയിലേക്ക് പ്രഷർ കൂടണം. സിയിൽ നിന്ന് എയിലേക്ക് പ്രഷർ കൂടുന്നു എന്ന് കാണിക്കുന്നത് സി ഓപ്ഷനാണ്. ഓക്കെ, സി ഓപ്ഷനിൽ സിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ പ്രഷറിൻ്റെ വാല്യൂ കൂടുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എയിൽ നിന്ന് സിയിലേക്ക് പ്രഷർ കുറയുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ഒബ്വിയസ് ആയിട്ടുള്ള ആൻസർ സിയിൽ നിന്ന് എയിലേക്ക് പ്രഷർ കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈസി ആയിട്ട് ഇതിപ്പോൾ ഞാനിതൊന്നും പഠിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല, പഠിച്ചത് 6 വർഷം മുമ്പാണ്. ഞാനിത് ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് പഠിച്ചിട്ട് വരുന്ന നിങ്ങൾക്ക് 100% ഓപ്ഷൻ നോക്കി ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും കെമിസ്ട്രിയിൽ നിന്ന് മാത്രം സോൾവ് ചെയ്യാം. ഫിസിക്സിൽ ഇനി അടുത്ത ഉടായ്പ ഞാൻ പറഞ്ഞു തരില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ എന്തൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് നമ്മളെ ചാനലിനെ കുറിച്ച്? ഞാൻ പറഞ്ഞുതരും, ഞാനുണ്ട് നിങ്ങൾക്ക്. ആയിട്ട് ക്വസ്റ്റ്യൻ നോക്കണേ. ട്രാവലിംഗ് വേവിൻ്റെ മീഡിയം ഇത് മാക്സിമം ആക്സിലറേഷൻ അവർ ചോദിക്കുന്നത്. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഡയമെൻഷനുള്ള ഏത് ഓപ്ഷൻ വർക്കാവുമെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എ ഒമേഗ, എ എന്ന് പറയുന്നത് ഇക്വേഷൻ y ഈസിക്കൽ ടു a sin omega t minus kx. y എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ്, y ആക്സിസ് ഡിസ്റ്റൻസ് ആണല്ലോ, അത് ലെങ്ത് ആണ്. y ഈസിക്കൽ ടു a sin omega. a എന്ന് പറയുന്നത് ലെങ്ത് ആയേ പറ്റൂ. സൈനിൻ്റെ അകത്ത് കിടക്കുന്നതിന് ഡയമെൻഷൻ ഇല്ല. അതായത് ഒമേഗ ടി മൈനസ് കെ എക്സ് ചെയ്യുമ്പോൾ M0 L0 T0 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, നമുക്ക് ഒമേഗ എന്താണെന്ന് നമുക്കറിയാം, ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിയുടെ ഡയമെൻഷനും നമുക്കറിയാം, ഒമേഗ ഈസിക്കൽ ടു 2πf എന്നൊക്കെ ഉണ്ടല്ലോ. T⁻⁻1 ആണ് ഒമേഗയുടെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേണ്ടത് LT⁻2 ആണ്. ഒമേഗ T⁻1 ആണ്. ഒമേഗ സ്ക്വയർ ഇട്ടാലേ T⁻2 ആവൂ. അപ്പോൾ ഒമേഗ സ്ക്വയർ ഉള്ള ഓപ്ഷൻ ആവണം. ഏത് ഓപ്ഷൻ? ബി ഓപ്ഷൻ. എ എന്ന് പറയുന്നത് എല്ലാം നമുക്കറിയാം, ഡിസ്റ്റൻസ് ആണ് നമുക്ക് അറിയാം. LT⁻2 ശരിയാണ്. ഏത് ഓപ്ഷൻ? ബി ഓപ്ഷൻ. ഇങ്ങനെ ഡയമെൻഷൻ വെച്ചിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യം സോൾവ് ചെയ്യാം. ഇതിനൊക്കെ എന്ത് വേണം? പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. ഓക്കെ, ബുദ്ധിയല്ല, പ്രസൻസ് ഓഫ് മൈൻഡ്. കോമൺ സെൻസ് ഈസ് അൺകോമൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് നിങ്ങളുടെ റാങ്കിനെ ഡിസൈഡ് ചെയ്യുന്ന സാധനം. നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ, ഇതിങ്ങനെ ആലോചിക്കാനുള്ള സമയം, ശക്തി, ശേഷി, പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല റാങ്ക് അടിക്കും. അതിന് നിങ്ങളെ സഹായിക്കാനാണ് ഞാനുള്ളത്. എൻ്റെ മോനെ ഞാനുണ്ട്. അത്രേ ഉള്ളൂ. വേറെ ഇനി വേറൊരു ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ ഈ CP/CV ഒക്കെ ചോദ്യം, ചെറിയൊരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി നിങ്ങൾ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കാനുള്ളതാണ്, NCERT-ലുള്ളതാണ്. അറിയാമെങ്കിൽ നേരെ മാർക്ക് ചെയ്ത് രൂപ, അറിഞ്ഞുകൂടെങ്കിൽ അണ്ണൻ്റെ അടുത്ത് വരിക, പറഞ്ഞുതരാം. ദ വാല്യൂ ഓഫ് CP ആൻഡ് CV ഫോർ എ ഡയറ്റോമിക് ഗ്യാസ് ആർ റെസ്പെക്റ്റീവ്ലി എത്ര എന്ന് പറയാം? എ ഓപ്ഷനിൽ 5/2, 5/2, 3/2, 7/2 6. പിന്നെ ബി ആയിട്ട് വരുന്നത് 7/2, 3/2, 5/2, 5/2 C.
ഇതിനകത്ത് ഈ സി ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം, കാരണം ബാക്കി എല്ലാത്തിലും 5/2 7/2 ഉണ്ട്. ഇനി CP ആയിരിക്കണം CV-നേക്കാളും വലുത്. CP/CV എന്ന് പറയുന്നത് >1 ആവണം. ഓക്കെ, അങ്ങനെയുള്ളപ്പോൾ CP വലുതായ ഓപ്ഷൻ വേണം എടുക്കാൻ. പിന്നെ അത് 3/2 നമുക്ക് വേണ്ട, കാരണം 7/2 5/2 ഡൈഅറ്റോമിക് ആണ്. മോണോ അറ്റോമിക് ആണെങ്കിൽ ചെറിയ 3/2 ഒക്കെ വരും. ഡൈഅറ്റോമിക് ആണ്, അപ്പോൾ 7ഉം 5ഉം ഒക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. 3 5 7 എന്ന് പറയാൻ പോകുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഈ മാർക്ക് ചെയ്യും, നിങ്ങൾ എന്തോ മാർക്ക് ചെയ്തോ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇത് ചെയ്യാൻ തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട്. ഇത് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്കറിയാമല്ലോ. ഈ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്നെ ഏറി കയറ്റണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇനിയും ഇതുപോലത്തെ ഒരു വീഡിയോ കൂടെ പാർട്ട് 2 ആയിട്ട് നമുക്ക് കാണാം. അപ്പം അതുവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇനിയും കുറേ ടെക്നിക്സ് ഉണ്ട്. എൽ ഹോസ്പിറ്റൽ റൂള്, ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുന്ന വേറെ പരിപാടി, ഓപ്ഷനിൽ നിന്ന് റെഡ്യൂസ് ചെയ്തെടുക്കുന്ന വേറെ കുറച്ച് പരിപാടികൾ കുറേ ഉണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അതുവരെ ബൈ.